അയ്യ വണക്കം. ഇന്നലെ വരെ പത്മജ വേണുഗോപാൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കെ കരുണാകരന്റെ മകളെ ഇന്ന് പത്മജ ജി എന്ന് വിളിക്കേണ്ട സന്തോഷത്തിലാണ് കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരും. അതേസമയം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചാടിപ്പോയതിന്റെ വേദനയും അതേ തുടർന്നുണ്ടായ നാണക്കേടും എങ്ങനെ മാറ്റുമെന്ന് കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. CPM ചാനൽ ചർച്ചകളിലെല്ലാം കോൺഗ്രസ്സുകാരെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെയൊക്കെ കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിലെ മുരളീധരനെ, അതായത് കെ കരുണാകരൻ്റെ മകനും പത്മജയുടെ സഹോദരനുമായിട്ടുള്ള നമ്മുടെ കെ മുരളീധരനെ കോൺഗ്രസ് പ്രതാപനെ വെട്ടി തൃശ്ശൂരിലേക്ക് കൊണ്ടിറക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തവണ പ്രതാപന് ആ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു എന്ന് പ്രതാപൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം തൃശ്ശൂർ എനിക്കിനി നിന്ന് മത്സരിക്കാൻ യാതൊരുവിധ താല്പര്യവുമില്ല, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കണ്ടേ മക്കളെ എന്നാണ് പ്രതാപൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, BJP ഇത്തവണയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളത് 100 അല്ല 150% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അങ്ങനെ BJP കേന്ദ്രത്തിലേക്ക് അധികാരത്തിൽ വന്നാൽ ഉണ്ടയില്ലാത്ത തോക്കും കൊണ്ട്, അതായത് ഭരണമില്ലാത്ത കേന്ദ്രത്തിലേക്ക് ചെന്ന് പ്രതാപൻ അവിടെ ഇരുന്ന് ഉറങ്ങാം എന്നുള്ളതല്ലാതെ വേറൊരു ഗുണവുമില്ല എന്ന് പ്രതാപന് കൃത്യമായിട്ട് അറിയാം. കാരണം അധികാരത്തിന്റെ ഇടനാഴിയിൽ ഒരു ചെറു ഇല അനക്കാൻ പോലുമുള്ള ശേഷി ഇപ്പോൾ കോൺഗ്രസ് MP-മാർക്കോ അല്ലെങ്കിൽ CPM MP-മാർക്കോ ഡൽഹിയിലില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. മറിച്ച് കേരളത്തിൽ നിയമസഭയിൽ വീണ്ടും ഒരു MLA ആയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവർക്കിവിടെ ചെയ്യാൻ സാധിക്കും. പോരാത്തതിന് രാജാവിനെ പോലെ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് വിരാജിക്കാൻ സാധിക്കും എന്നുള്ളത്. ഇനി മുരളീധരന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിച്ചു കേൾക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി മുരളീധരൻ നേമത്ത് വന്നു നിന്ന് മത്സരിച്ച് ബലിയാടായ വ്യക്തിയാണ്. കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം മുരളീധരന് വന്നു നിന്ന് V ശിവൻകുട്ടിയെ ജയിപ്പിച്ചു വിടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ CPM കോൺഗ്രസ് ഒരു അന്തർധാര സജീവമായതുകൊണ്ട് മാത്രം കുമ്മനം രാജശേഖരൻ തുച്ഛമായ വോട്ടുകൾക്ക് തോറ്റുപോയതാണ് നേമം മണ്ഡലത്തിൽ. അതേ മുരളീധരനെയാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് മുമ്പിൽ അറുക്കാനായിട്ട് കോൺഗ്രസ് ഇട്ടുകൊടുക്കുന്നത് എന്നും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ്. ഈ കാര്യത്തിൽ മുരളീധരന് ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം നിയമസഭയിലും സീറ്റില്ല, MP ആയും മാറിയില്ലെങ്കിൽ അടുത്ത തവണ MLA തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തനിക്കൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ തൻ്റെ കാര്യം അവതാളത്തിലാകുമെന്നും, അതുമാത്രമല്ല അങ്ങനെ അവതാളത്തിലായി കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് തൻ്റെ വോയിസ് കുറഞ്ഞു വരുമെന്നും മുരളീധരൻ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ മുരളീധരൻ കണക്ക് കൂട്ടുമ്പോൾ ഇവന്മാർ നമുക്ക് 8ന്റെ പണി തരാനായിട്ടുള്ള പരിപാടിയാണോ എന്ന് മുരളീധരൻ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ മുരളീധരൻ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഗതം BJPയിലേക്ക് എന്ന് പറഞ്ഞ് BJPക്കാർ ഇപ്പുറത്ത് നിപ്പുണ്ട്. അപ്പോൾ പത്മജയ്ക്ക് ശേഷം കാലാന്തരത്തിൽ മുരളീധരനും കൂടെ BJPയിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മുരളീധരനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ചോദിച്ചു കഴിഞ്ഞാലും മുരളീധരൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിനെ കീറി മുറിച്ചുകൊണ്ട് പറയും, അച്ഛൻ്റെ പാതയിൽ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ BJPയിലേക്കില്ല, എങ്കിൽ എൻ്റെ മരണമായിരിക്കും എന്നൊക്കെ മുരളീധരൻ വച്ച് കാച്ചും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വച്ച് കാച്ചിയിരുന്ന പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചാടി വന്നു എന്നും നമുക്കറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഇനി BJPയുടെ ലോങ് ടേം പ്ലാൻ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി നോക്കാം. BJP എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോഴാണ്. പുറമേ നടക്കുന്ന കാര്യങ്ങൾ നോക്കി BJP ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ ഡീപ്പ് റൂട്ടിലേക്ക് പോകുമ്പോഴാണ് എത്രത്തോളം BJPയുടെ വേരുകൾ കേരളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിലവിൽ നടക്കുന്നത് നിലമൊരുക്കൽ മാത്രമാണ്. അതായത് വിത്ത് വിതയ്ക്കാനുള്ള നിലമൊരുക്കൽ മാത്രമാണ് BJP നടത്തുന്നത്. പിന്നെ BJPയുടെ ഒരു വ്യക്തമായിട്ടുള്ള തന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, എത്ര കാലം വേണമെങ്കിലും BJP പണിയെടുത്ത് BJP കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അവരുടെ തലമുറകൾ കഴിഞ്ഞായിരുന്നാലും കേരളം നമ്മുടെ കയ്യിൽ കിട്ടണം എന്ന് പ്രതിജ്ഞയെടുത്ത് ആ പ്രതിജ്ഞയ്ക്കുതകുന്ന അണികളെ സെറ്റാക്കി ആ അണികളെ ഇവിടെ പ്രവർത്തിക്കാൻ വിട്ട് അവരുടെ പ്രവർത്തന ഫലങ്ങൾ അടുത്ത തലമുറ നേട്ടം കൊയ്യുന്ന രീതിയിൽ BJP ഇവിടെ പ്രവർത്തിച്ചു വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയമുണ്ടെങ്കിൽ നേരെ ഒന്ന് അയോധ്യയിലേക്ക് നോക്കിയാൽ മതി.
1992 ബാബറി പള്ളി പൊളിച്ചതിന് ശേഷം 1993 അവിടെ അയോധ്യ ക്ഷേത്രം പണിയാമായിരുന്നു. പക്ഷെ അവർ പണിതില്ലല്ലോ. അത് കഴിഞ്ഞ് വാജ്പേയി സർക്കാർ വന്നപ്പോൾ അവർക്ക് അവിടെ ക്ഷേത്രം പണിയാമായിരുന്നു, അവർ പണിതില്ലല്ലോ. അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ ഫസ്റ്റ് ടേം സർക്കാർ വരുമ്പോൾ അവർക്ക് അവിടെ ക്ഷേത്രം പണിയാമല്ലോ, പക്ഷെ അവർ പണിതില്ലല്ലോ. അവർ കാത്തിരുന്നു. ശേഷം സുപ്രീം കോടതിയെ കൊണ്ട് അവർ വിധി പുറപ്പെടുവിച്ചു, അവിടെ നിങ്ങൾ ക്ഷേത്രം പണിയടാ മക്കളെ എന്ന്. അതാണ് BJP എന്ന് പറയുന്നത്. കശ്മീരിന്റെ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സംവിധാനം, സുഡാപ്പി നിനക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സംഭവം നരേന്ദ്രമോദി ആദ്യം വന്നപ്പോൾ, ഫസ്റ്റ് ടേം 2014 നരേന്ദ്രമോദി വന്നപ്പോൾ എങ്ങനെ നരേന്ദ്രമോദി അത് എടുത്തു മാറ്റും എന്ന് പല ആൾക്കാരും ചോദിച്ചിരുന്നു. നരേന്ദ്രമോദി അവിടെ ചെയ്തത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ പോയി അവിടെയുള്ള PDP എന്ന് പറയുന്ന വർഗീയ സംഘടനയുമായിട്ട് BJP ഒരു ടൈപ്പ് ഉണ്ടാക്കി. BJPക്ക് അകത്തുള്ളവർ പോലും ആ സമയത്ത് നരേന്ദ്രമോദിയെയും BJPയെയും വിമർശിച്ചു. ഈ വർഗീയ സംഘടനകളുമായിട്ട് നമ്മൾ എന്തിനാണ് ടൈപ്പ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കില്ലേ എന്ന് വലിയ രീതിയിലുള്ള വിമർശനം ആ സമയത്ത് ഉയർന്നു. പക്ഷെ നരേന്ദ്രമോദി കുലുങ്ങിയില്ല. PDPയുമായിട്ട് അവിടെ ഒരു ടൈപ്പ് ഉണ്ടാക്കി. കാശ്മീരിനകത്ത് BJP നുഴഞ്ഞു കയറി മുക്കും മൂലയും പരിശോധിച്ചു. PDPയുടെ സ്രോതസ്, സാമ്പത്തിക സ്രോതസ് അടക്കം പരിശോധിച്ചു. തീവ്രവാദികളുടെ ഫണ്ടിങ് പരിശോധിച്ചു. എല്ലാം അറിഞ്ഞ് മുക്കും മൂലയും അറിഞ്ഞു കഴിഞ്ഞ ശേഷം മോദി രണ്ടാമത്തെ ടേമിൽ ഭരണത്തിൽ വന്നു. PDPയുമായിട്ടുള്ള സഖ്യം BJP പിൻവലിച്ചു. സകല നേതാക്കന്മാരെയും തട്ടി തോളി കയറ്റി വീട്ടു തടങ്കലിലാക്കി. 370 പുഷ്പം പോലെ പിൻവലിച്ചു. അതായത് ഇത് പിൻവലിക്കുന്നതിന് മുമ്പേ അവിടെ നടത്തേണ്ട പല തയ്യാറെടുപ്പുകളുണ്ട്. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് BJPയെ ഇന്ന് കാണുന്ന BJP ആക്കി മാറ്റിയത്. പല തലമുറകളോളം കഴിഞ്ഞാണ് അവർ പല തയ്യാറെടുപ്പുകളും നടത്തി ഈ കാണുന്ന BJP ആയി വളർന്നു നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അങ്ങനെ സംശയത്തിന് യാതൊരുവിധ ഇടയുമില്ല. അവരുടെ ചരിത്രവും പ്രവർത്തനങ്ങളും നോക്കിയാൽ മനസ്സിലാകും. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ ഓരോ കോൺഗ്രസ് നേതാക്കളായി BJPയിലേക്ക് ഒലിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴും കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല. കാരണം ഈ പോകുന്ന നേതാക്കളെല്ലാം ഒരു കാശിന് ഗുണമില്ലാത്ത നേതാക്കളാണെന്നാണ് കോൺഗ്രസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ടോം വടക്കൻ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചാടിപ്പോകുന്നു. ഒരു കുഴപ്പമില്ല, ടോം വടക്കനല്ലേ. ടോം വടക്കൻ പോയാൽ ഒരു അണി പോലും ടോം വടക്കന്റെ കൂടെ പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാത്ത ഒരു വലിയ അപകടമെന്ന് പറയുന്നത്, ടോം വടക്കൻ സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. ടോം വടക്കൻ BJP പാളയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള അഴിമതി കഥകൾ, അന്തപുരത്തിലെ രഹസ്യങ്ങൾ, സോണിയാഗാന്ധിയുടെ സകലമാന രഹസ്യങ്ങളും BJP പാളയത്തിൽ അമിത്ഷായുടെ ഒക്കത്തെത്തുന്നതിന് തുല്യമാണ് എന്നുള്ളത് നിങ്ങൾ കോൺഗ്രസ്സുകാർ മറന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇനി കേരളത്തിൽ നിന്നും അനിൽ ആന്റണി പോയി. അനിൽ ആന്റണി ആരാണ്? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണിയുടെ പുത്രനാണ് അനിൽ ആന്റണി. AK ആന്റണി കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി മാത്രമല്ല, AK ആന്റണി കോൺഗ്രസിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ആളുടെ മകനാണ് ഞങ്ങളുടെ പാളയത്തിലേക്ക് വരുന്നത് എന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് ഉത്തരേന്ത്യയിൽ നേട്ടം കൊയ്യാൻ BJPക്ക് സാധിക്കും. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അനിൽ ആന്റണി പോകുന്നു. അനിൽ ആന്റണിക്ക് പുറമെ പത്മജ പോകുന്നു. പത്മജ BJPയിലേക്ക് എത്തുകയാണ്. അങ്ങനെ പത്മജ BJPയിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ നിഷ്പക്ഷരായിട്ടുള്ള മുസ്ലിം അണികൾ, കോൺഗ്രസിന് മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നിഷ്പക്ഷരായിട്ടുള്ള മുസ്ലിം അണികളുണ്ട്. അവർ ഒന്ന് റീതിങ്ക് ചെയ്യും. അതായത് ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങൾ കോൺഗ്രസ് പ്രതിനിധിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഇനി നാളെ BJP പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? അല്ല, അങ്ങനെ പോകില്ല എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ പോലും, ഇല്ല പത്മജ പോയല്ലോ, കരുണാകരന്റെ മകളായിരുന്നു, പാരമ്പര്യത്തിന്റെ അമിതഭാരം പേറി നിൽക്കുന്ന കരുണാകരന്റെ മകനായിട്ടുള്ള പത്മജ പോയി, അനിൽ ആന്റണി പോയി. അനിൽ ആന്റണി ആരാണ്? മുഖ്യമന്ത്രിയായിരുന്ന, മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന AK ആന്റണിയുടെ പുത്രനാണ്. അനിൽ ആന്റണി പോയി എന്നുള്ളൊരു ആശയക്കുഴപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് BJPക്ക് സാധിക്കും. ഇതാണ് നിലമൊരുക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നും ഇന്ത്യയിൽ അതിഭീകരമായിട്ടുള്ള വേരുകളുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് എന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് BJPക്ക് തന്നെയാണ്. അതുകൊണ്ട് അവരുടെ വേരോടെ പിഴുതെടുക്കണം എന്നുള്ളത് BJPയുടെ ഒരു തന്ത്രമാണ്. ആ വേരുകളിൽ വെള്ളമൊഴിച്ച് വീണ്ടും ആ മരത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ കെൽപ്പുള്ള സകല നേതാക്കന്മാരെയും കോൺഗ്രസിൽ നിന്ന് BJP അടർത്തിയെടുത്ത് BJPയുടെ ഭാഗത്ത് നിർത്തി വെള്ളവും വളവും കൊടുത്ത് വളർത്തും എന്നുള്ളത് BJPയുടെ വേറൊരു കാര്യം. കോൺഗ്രസ് വളർന്നു വരാതിരിക്കാൻ BJP ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഒരു കാര്യം കൃത്യമായിട്ട് ആലോചിക്കുക, കേരളത്തിൽ ഒരിക്കലും CPM അല്ല BJPയുടെ ശത്രു, കോൺഗ്രസ് ആണ്.
രാജ്യം മുഴുവൻ കോൺഗ്രസിനെ നശിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് BJP പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നാശമാണ് BJP എയിം ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ കോൺഗ്രസിന്റെ നാശം ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും മുസ്ലിം അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകുകയും ഞാൻ വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പ്രതിനിധി നാളെ BJP-യിൽ പോയി ചേർന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു താല്പര്യത്തിന്റെ പുറത്ത് ഇവരെല്ലാവരും ചാടി നേരെ CPM-ലേക്ക് പോവുകയും ചെയ്യും. CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് നമുക്കറിയാം. CPM ഭരിക്കുന്തോറും നശിക്കുകയും കൂടാത്തതിന് നാടുകൂടെ നശിപ്പിക്കുന്ന ഒരു പാർട്ടിയുമാണ്. സ്വാഭാവികമായിട്ടും അത് ഭാവിയിൽ വളരെ വലിയ നാശമായിരിക്കും CPM കാണേണ്ടി വരുന്നത്. കോൺഗ്രസ് ഇവിടെ ദുർബലമായി കൊണ്ടുവരിക്കും. കാരണം കോൺഗ്രസിൽ ആന്തരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല ആൾക്കാരെയും ഇങ്ങോട്ട് ചാടിച്ച് കോൺഗ്രസിന്റെ അണികളെ മുഴുവൻ CPM-ലേക്ക് ചേർത്ത് കോൺഗ്രസിനെ ദുർബലമാക്കി കോൺഗ്രസിനെ അസ്ഥികൂടമാക്കി നിർത്തിയ ശേഷം BJP ഒരു എൻട്രി അങ്ങോട്ട് നടത്തും കേരളത്തിൽ. പക്ഷേ ഇതിന് കുറച്ച് വർഷങ്ങളുടെ കൂടെ തയ്യാറെടുപ്പ് BJP-ക്ക് വേണ്ടി വരും എന്നുള്ളത് അടുത്ത കാര്യം. അന്ന് BJP-യുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെല്ലാം വളരെ പാരമ്പര്യം പേറുന്ന ആൾക്കാരായിരിക്കാം. കെ സുരേന്ദ്രനെ പോലെയുള്ള ആൾക്കാരെയെല്ലാം അന്ന് തട്ടി തോളി കയറ്റി നരേന്ദ്രമോദി തോട്ടിലോട്ടെറിയും, അല്ലെങ്കിൽ അന്ന് ആരാണോ കേന്ദ്ര BJP-യുടെ തലപ്പത്തിരിക്കുന്നത് അവർ തോട്ടിലോട്ടെറിയും എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ഇനി കോൺഗ്രസിനെ ശോഷിപ്പിച്ച് നിർത്തിയ ശേഷം CPM-നെ ഇവർ ഒരു ഇടത് ജിഹാദി പാർട്ടിയാക്കി മാറ്റിയെടുക്കും. സ്വാഭാവികമായിട്ടും അതങ്ങനെ മാറി വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇപ്പോൾ തന്നെ CPM-ന് ഒരു ഇടത് ജിഹാദി ചായ്വ് അല്ലെങ്കിൽ ഒരു ലേബൽ പല ആൾക്കാരുടെ ഇടയിലും വളരെ വലിയ രീതിയിൽ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായി പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ വലിയ സ്വാധീനത്തിൽ BJP വരുമ്പോൾ അവർക്കിടയിൽ പോലും CPM എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളൊരു ചിന്ത വലിയ രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വൈദികനെ ആക്രമിച്ച കേസിൽ പ്രതികളെല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് അടച്ചങ്ങ് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ അപകടം പല ഭാഗത്തു നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ CPM മുഴുവൻ ശോഷിച്ചു പോകും. CPM ഒരു ഇടത് ജിഹാദി പാർട്ടിയായി മുദ്രകുത്തി ഈസി ആയിട്ട് കേരളത്തിൽ നിന്നും പറിച്ചെടുത്ത് കളയാനായിട്ട് ഒരു പാടുമില്ല എന്ന് മനസ്സിലാക്കും. കോൺഗ്രസ് ആണെങ്കിൽ ആ സമയം പൊടി പോലും ഉണ്ടായിരിക്കില്ല കണ്ടുപിടിക്കാൻ. ആ സമയത്ത് BJP-യിൽ ഒരു എൻട്രി ഉണ്ടായിരിക്കും. ആ എൻട്രിക്ക് വേണ്ടിയാണ് BJP ചെറിയ ആൾക്കാരെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ചെറിയ ആൾക്കാരിലൂടെ വലിയ ആൾക്കാർ വരും. ഈ ചെറിയ ആൾക്കാർ ഒരു അണി പോലും ഇല്ലാത്ത ആളെയാണ് കൊണ്ടുവരുന്നതെങ്കിലും ആ ആളെ BJP-യിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൽ മറ്റുള്ള നിഷ്പക്ഷ അണികളിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് BJP-യുടെ മൊത്തത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. വെറുതെ അല്ല ഈ BJP എന്ന് പറയുന്ന പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കുന്നതും പുഷ്പം പോലെ കാര്യങ്ങൾ നടത്തുന്നതും. കാരണം അവരുടെ തലപ്പത്തിരിക്കുന്നവരുടെ തല എന്ന് പറയുന്നത് ചാണക്യൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാളുടെ തലയാണ്. നമ്മളിവിടെ കമ്മികളും സുഡാപ്പികളും ചാണക്യനെ ചാണകം എന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ കളിയാക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഒരു ഗതിയും പരഗതിയില്ലാതെ കമ്പിത്തിരിയായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. അപ്പൊ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.